മഡഗാസ്കറിൽ നിന്നും ഉണ്ണീശോയുടെ പിറവി തിരുനാളിൻ്റെ സമാധാനവും ആശംസകളും എല്ലാവർക്കും നേരുന്നു. കുഞ്ഞു മനസ്സുകളുടെ സൃഷ്ടിയാണ് ഈ കാണുന്ന ക്രിസ്തുമസ് രൂപങ്ങൾ. കറുത്തവരായാലും വെളുത്തവരായാലും ക്രിസ്തുമസ് നാളിൽ കുഞ്ഞുങ്ങളാണ് കൂടുതൽ സന്തോഷിക്കുന്നതും സന്തോഷിക്കേണ്ടതും. കുഞ്ഞുങ്ങളെപ്പോലെ ആകാൻ കഴിയുന്ന വലിയവർക്കും ഇതിന് അർഹതയുണ്ട്. സ്വർഗരാജ്യത്തിൽ കയറിപ്പറ്റുവാൻ ഈശോ പറയുന്നൊരു വ്യവസ്ഥ ഇത് തന്നെയല്ലേ, കുഞ്ഞുങ്ങളാകണമെന്ന്. പുറത്ത് പുൽക്കൂടുകൾ പണിത് അകത്ത് ഉണ്ണീശോയ്ക്കുള്ള സ്ഥലം നിഷേധിക്കുന്ന അഹന്തയുള്ള വലിയവർ ആകരുതെന്നർത്ഥം. ഇവിടെ മഡഗാസ്കറിയിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും വലിയവരെയും സന്തോഷിപ്പിക്കുവാൻ, ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുവാൻ 260 കിലോമീറ്റർ അകലെയുള്ള രൂപതാ കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ വർഷം രാത്രി കുർബാനയ്ക്ക് ഞങ്ങളുടെ ബിഷപ്പ് ഫബിയൻ എത്തിയിരുന്നു. ഈ വർഷവും ഞങ്ങൾക്കൊരു അനുഗ്രഹം ലഭിച്ചു. ഞങ്ങൾക്ക് പുതുതായി ലഭിച്ച മസിക്കാപ്പി ഗ്രാമത്തിൽ 25-ാം തീയതി ക്രിസ്തുമസ് കുർബാന അർപ്പിക്കുവാൻ ക്ഷണിക്കാതെ തൻ്റെ പരിവാരങ്ങളില്ലാതെ എത്തിയത് ഞങ്ങളുടെ ഓക്സിലറി ബിഷപ്പ് ഷാൻ നിക്കോൾ ആയിരുന്നു. മഡഗാസ്കറിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും കരോൾ നടത്തുന്നത് അത്ര കണ്ടിട്ടില്ല. നമ്മുടെ മലയാളി അച്ഛന്മാരുടെ പള്ളികളിൽ നാം അത് നടത്താറുണ്ട്. ഇവിടെ ബറ്റാലത്തല ഇടവകയിലെ എല്ലാ പള്ളികളിലും അത് നടത്തണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. അപ്രകാരം നടക്കുകയും ചെയ്തു. ഒരു ക്രിസ്തുമസ് പപ്പായിൽ മാത്രം ഒതുക്കാതെ രക്ഷാകര ചരിത്രത്തിലെ പല വേഷങ്ങളും അതിനായി ഉപയോഗിക്കണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ നിർദ്ദേശിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അറിവില്ലാത്തവർക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകുവാൻ അതാണ് കൂടുതൽ ഉപകാരപ്പെടുക. അതുപ്രകാരം കഴിഞ്ഞ വർഷം ഞാൻ അറിയാതെ തന്നെ ഹെറോദേസും തൻ്റെ കിരീടം ധരിച്ച് ക്രിസ്തുമസ് സന്ദേശം നൽകുവാൻ വഴിയിൽ ഇറങ്ങി. ബത്തറതല ഗ്രാമത്തിൽ ഈ വർഷത്തെ ക്രിസ്തുമസ് കരോൾ നയിച്ചത് കുഞ്ഞുങ്ങളാണ്. ഇടവഴികളിലൂടെയും പറമ്പുകളിലൂടെയും അവർ ആട്ടിടയന്മാരെ തേടിയിറങ്ങിയ ആ മാലാഖമാരെ പോലെ ഗാനങ്ങൾ ആലപിച്ച് ഒഴുകി നീങ്ങി. പ്രാർത്ഥന ശീലിക്കാത്ത മറ്റു കുഞ്ഞുങ്ങൾ വഴിയരികിൽ വാപ്പൊളിച്ചു നിന്ന് അത് ആഘോഷമാക്കി. ഇതൊന്നും ഞങ്ങളെ യേശുലെന്ന് മൗനമായി ഓതി പാതവയ്ക്കിൽ ഇരുന്ന വലിയവരും ഒളികണ്ണിട്ട് നോക്കി രസിക്കുന്നത് കാണാമായിരുന്നു. അകത്തിരുന്ന് വിശ്വാസം പ്രസംഗിക്കുന്നതിനേക്കാൾ മഹത്തരം പുറത്തിറങ്ങി സാക്ഷ്യം നൽകുന്നതാണ്. അതല്ലേ ഉണ്ണീശോ വലുതായപ്പോൾ ചെയ്തത്? അതുതന്നെയല്ലേ അസീസിലെ ഭ്രാന്തൻ പുണ്യവാളൻ ചെയ്തതും. പ്രായഭേദങ്ങളില്ലാതെ ലിംഗവ്യത്യാസങ്ങളില്ലാതെ സ്നാപക യോഹന്നാനെ പോലെ അയക്കപ്പെടാനും സത്യത്തിന് വഴിയൊരുക്കുവാനും സാക്ഷി നൽകുവാനുമുള്ള വിളി ഓരോ ക്രിസ്തുമസ് കാലത്തും നമുക്ക് നവീകരിക്കാം. അതിനായി ഉണ്ണീശോ പിറക്കേണ്ടത് പുറത്ത് പുൽക്കൂട്ടിലല്ല, നമ്മുടെ അകത്ത് ഹൃദയമിടിപ്പുകൾക്കുള്ളിലാണ്. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.